മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് തെങ്ങിൻ്റെ മണ്ട കൊണ്ടൊരു അലുവ ഉണ്ടാക്കാം. അതാദ്യം വെട്ടി എടുത്ത് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. അത് അരച്ചെടുത്ത ശേഷം നമുക്ക് ചീൻചട്ടിയിലൊഴിച്ച് ഒരു പാനിലൊഴിച്ച് അത് കുറുക്കിയെടുക്കുക. അതിന് കൂടെ നമുക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് ചേർക്കാം. മൈദപ്പൊടിയോ ഗോതമ്പോ അരിപ്പൊടിയോ മുത്താരിയുടെയോ എന്ത് വേണേലും ചേർക്കാം കേട്ടോ. ഇതിനകത്തു നിന്ന് നമ്മൾ കുത്തിയെടുക്കുന്നതാണ് അതിൻ്റെ തെങ്ങിൻ്റെ മണ്ട. എന്നിട്ടത് അരച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാനിനകത്ത് വെച്ച് ആവശ്യത്തിന് നമ്മുടെ ആവശ്യാനുസരണം ഉണ്ടാക്കാം. അലുവ ഞാൻ അരിപ്പൊടിയാണ് ചേർത്തത്. നെയ്യ്, വെളിച്ചെണ്ണ, ഏലക്കായ, ആവശ്യത്തിന് പഞ്ചസാര അല്ലെങ്കിൽ വെല്ലം, നമുക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാം. എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കുക. ചീൻചട്ടിയിൽ വെച്ച് കുറുക്കിയെടുക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. തെങ്ങിൻ്റെ മണ്ട കൊണ്ട് അലുവ ഉണ്ടാക്കുക. ഇത് ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. ഷുഗറുകാർക്കും പ്രഷറുകാർക്കും കൊളസ്ട്രോളിനും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. കടല, മുന്തിരി, അണ്ടിപ്പരിപ്പ് നമുക്ക് ഇഷ്ടമുള്ളത് ഇടാൻ കേട്ടോ. ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ചെറിയ ചെറിയ പ്ലേറ്റിൽ വെച്ച് നല്ലപോലെ പരത്തി അലുവ പോലെ നമുക്ക് മുറിച്ചെടുക്കാം. ഇതിനകത്തുനിന്ന് കുത്തിയെടുത്തതാണത്. എല്ലാവരും ചെയ്ത് നോക്കുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. തെങ്ങിൻ്റെ മണ്ട കൊണ്ട് അലുവ ഉണ്ടാക്കിയത്. നല്ലപോലെ മൂത്ത ശേഷം ഒരു പ്ലേറ്റുകളിൽ വെച്ച് നമുക്കിഷ്ടമുള്ള പ്ലേറ്റ് ഏത് മോഡലിലുള്ള ഇട്ടാലും ആ മോഡൽ കിട്ടും. അതിലേക്കിട്ട് നല്ലപോലെ പരത്തി എടുത്ത് തണുത്ത ശേഷം മുറിച്ചെടുക്കുക. തെങ്ങിൻ്റെ മണ്ട കൊണ്ട് അലുവ ഉണ്ടാക്കിയത്.